ഇത് 2 സീറ്റ് വെന്റിലേറ്റർ ആണ്. തോണക്കിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എങ്ങനെ പറഞ്ഞ ക്വാളിറ്റി നമുക്ക് എടുത്ത് പറഞ്ഞ കാര്യം. വന്നിട്ടുണ്ട് ഒരു പാനോറമിക് സൗണ്ട് റൂഫാണ്. സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ കമ്പനിയാണ് കിയയുടെ ഏറ്റവും കൂടുതൽ വിറ്റൊരു വണ്ടി നോക്കലും ഒരു കിയ സെൽറ്റോസ് ആണ്. ഇതിന്റെ നമ്മൾ കൊടുത്തത് 2023 മോഡൽ സെൽറ്റോസ് എക്സ് ലൈനാണ്. കാരണം ഫുള്ള് മാറ്റ് ഫിനിഷിലൊരു വണ്ടിയാണ്. ഭയങ്കര അട്രാക്ഷൻ, ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതൽ ഒരു വണ്ടിയായിരുന്നു ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയുള്ളത് ഇതാണ്. നമ്മൾ പറഞ്ഞ കിയ സെൽറ്റോസിന്റെ എക്സ് ലൈന് പറഞ്ഞ മോഡൽ ഫുള്ളി മാറ്റ് ഫിനിഷിലാണ് ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളത്. കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷ്. നമുക്ക് ഏത് പോർഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷാണ് ഈ ബോഡി ഇറങ്ങിയിട്ടുള്ളത്. അതിന് റൂഫ് നോക്കുകയാണെങ്കിലും അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എക്സ്ട്രാ ചെയ്ത പോലെ തോന്നും, റാപ്പ് ചെയ്ത പോലെ തോന്നും. പക്ഷേ ഇത് കമ്പനി എക്സ്ലേ എന്ന് പറഞ്ഞ മോഡലിൽ ഇങ്ങനെയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിന് കിയ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു കൊറിയൻ ടൈപ്പിലാണ് ഒരു ബാഡ്ജിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗ്രിൽ യൂണിറ്റ് കാണും. ഇതൊരു എലമെന്റ്, ടച്ചബിൾ ആയിട്ടുള്ള എലമെന്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടച്ച് ചെയ്യുമ്പോഴാണ് ഒരു എലമെന്റ് ഉണ്ടെന്ന് മനസ്സിലാവുക. അതൊരു ഡയമണ്ട് പോലെ നമുക്ക് ഇരിക്കുന്നുണ്ട്, കണ്ടോ? അതൊരു ഭംഗിയിലാണ് ആ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ താഴെ ഹെഡ് ലാമ്പ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റഡ് LED ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ DRലും കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ ഇവിടെ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതാകുന്ന ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുണ്ട്. താഴെ ഒരു ഡോട്ട്സ് അല്ലെങ്കിൽ DR പോർഷനും അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമ്മൾ താഴെ ബമ്പർ യൂണിറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവർ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുണ്ട്. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞു. മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് ഒരു അലോയ് വീൽസ്, ഡുവൽ ടോൺ കളറാണ് അലോയ് വീൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു സ്പോർട്സ് ഫീൽ കിട്ടാൻ വേണ്ടി കാൽപീസ് റെഡ് കളറും കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോൺ എന്ന് പറയുമ്പോൾ ഒരു ഗൺമെറ്റൽ ഫിനിഷ് കാണാൻ സാധിക്കും, ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കും. ഡിസ്ക് ബ്രേക്കർ ഫ്രണ്ടിൽ വന്നിട്ട് 5 സ്പോക്ക് അലോയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഓവർ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. മേലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റർ സൈഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ക്യാമറ വേണ്ടി കൊടുത്തത് 360 ഡിഗ്രി ക്യാമറ, അതിൻ്റെ ക്യാമറ വിഷ്വലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇന്ത്യയിൽ എന്തായാലും അതിൻ്റെ ഒരു വിഷ്വൽ കാണിക്കുന്നതാണ്. നമ്മുടെ സൈഡിലോട്ട് വരുമ്പോൾ ബോഡി കളറിലുള്ള ഡോർ ഹാൻഡിലൂടെ കൊടുത്തിട്ടുള്ളത്, അതും ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ട് കാണാം. അത് നേരെ ബാക്കിലൂടെ കയറി നിൽക്കുകയാണ് ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീല, ബാക്കിൽ വന്നുള്ളത് 18 ഇഞ്ച് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുള്ളത്. കാലിപ്പേഴ്സൊക്കെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഡോൾട്ടറാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ഭയങ്കര അട്രാക്ഷൻ ഈ രീതിയിലാണ് സൈഡ് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഒരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് റൂഫ് റെയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ ബാക്ക് പ്രൊഫൈൽ വരുമ്പോൾ പരസ്പരം കണക്റ്റഡ് ഒരു ബാക്ക് പ്രൊഫൈലാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ബാക്ക് ടൈൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കിയ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സെൽറ്റോസിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ് ലൈൻ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈൻ പോലത്തെ ഒരു ഫിനിഷ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷ്. അവിടെ ഒരു റിഫ്ലക്ടറും കാണാൻ സാധിക്കും. ബാക്ക് ബമ്പറിൽ നമുക്കൊരു ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈപ്പേഴ്സ് കാണാൻ സാധിക്കും. ഡിഫോക്ക് ലൈൻസ്, DKH കിയ എന്നൊരു ബാഡ്ജിങ്. കിയുടെ ഒരു ഡീലർഷിപ്പാണ് DKH കിയ എന്നുള്ളത്. പിന്നെ ഒരു ഹൈമോ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിനി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്പെയറിൽ ടൂൾ കിറ്റുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സബ് ബൂഫർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും. മാനുവലി ക്ലോസ് ചെയ്യുന്ന ഒരു ടെയിൽ ഗേറ്റ് വാഹനത്തിൽ വന്നു. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കുള്ളൂ ഇതിൻ്റെ എക്സ്റ്റീരിയർ. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയിട്ട് വരാം. ആരായാലും നോക്കിയപ്പോൾ ഇതിൻ്റെ ഡിസൈനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു കിയ കൊറിയൻ ബ്രാൻഡാണെന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യണത് മർക്കസ് തർബീയത്തുൽ ഇസ്ലാമിയ, ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൗഡ് മൊമെൻറ്റിൽ നമ്മൾ വണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി നമ്മൾ നേരെ ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന കീയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഹോൾഡ് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ബൂട്ട് സ്പേസ് തുറക്കാനുള്ള ബട്ടൺ, ലോക്ക് നോർമൽ ഒരു കിയ കൊടുത്തിട്ടുള്ളത്. ഒരു കവറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ബാഡ്ജിങ് അവിടെ കാണാൻ സാധിക്കും. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക്കും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗൺമെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വാഹനത്തിൽ ബോസിൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ സൗണ്ട് സിസ്റ്റം ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ലെതർ ഫിനിഷ് കൊടുത്തു. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ കിയ സ്കഫ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽറ്റോസിൻ്റെ ഒറിജിനൽ മാറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സെൽറ്റോസിൻ്റെ ബാഡ്ജിങ്ങും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓളത്തെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റാണ് നിൽക്കുന്നത് ആ ഒരു ക്ലസ്റ്റർ പ്ലസ് ഇൻഫോടൈം സിസ്റ്റമാണ്. 2.5 ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്ററും കാണാം. 2.5 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റം കാണാം.
ഒരു വെൽക്കം ഫംഗ്ഷനോടുള്ള ഒരു ക്ലസ്റ്ററാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് സ്പീഡോമീറ്റേഴ്സ് കാണാൻ സാധിക്കും, RPM ഗേജ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ധാരാളം ഇൻഫർമേഷൻ ഉണ്ട്. അത് മാത്രമല്ല ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ റഡാർ സിസ്റ്റം എവിടെയാണ് പ്ലേസ് ചെയ്തത്, നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അതിൻ്റെ ഓരോ ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ തന്നെ കണ്ടോ, ടയർ പ്രഷർ എല്ലാം നമുക്ക് ഇതിൽ തന്നെ അറിയാണ്ട് സാധിക്കും. നമ്മൾ സ്റ്റിയറിംഗ് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗാണ് കൊടുത്തിട്ടുള്ളത്, അതിന് റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലസ് മൈസ് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സിന് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കിയാനോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഗൺ മെറ്റൽ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ സെൽട്ടോസിൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഫോടൈംസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കൺവീറ്റി ഫീച്ചേഴ്സ് ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫോണിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് ഫോണിൽ എത്ര സ്പീഡിൽ പോകണത്, അത് മാത്രമല്ല നമ്മൾ ഓവർ സ്പീഡ് എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരെ അറിയാണ്ട് സാധിക്കും. AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, പിന്നെ AC കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പോർട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ USB പോർട്ടും ചുവടെ ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ വയർലെസ്സിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡ്രൈവ് മോഡ് സെലക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്പോർട്ട്, എക്കോ, നോർമൽ എന്നീ 3 ഡ്രൈവ് മോഡ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഗിയർ ലെവർ കാണാൻ സാധിക്കും, പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നാൽ മാനുവൽ അവൈലബിൾ ആണ്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്, ഫ്രണ്ട് 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്, തോണാക്കിയിട്ട് നമുക്ക് ഇവിടെ തണുപ്പ് അറിയാൻ സാധിക്കും. പിന്നെ ഇത് 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടൺ കണ്ടോ, പക്ഷെ നല്ല ക്വാളിറ്റി ഒരു ക്യാമറ ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടത്തെ വ്യൂ, ബാക്കത്തെ വ്യൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എങ്ങനെ പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് സാധിക്കും, രണ്ട് കപ്പ് ഹോൾഡേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, പിന്നെ കീ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ് ഗ്ലോ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 3 കളറിലാണ്, ഇവിടെ ഒരു ബ്ലാക്ക്, ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം, ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തുള്ളത്. പിന്നെ സെൻറ്റർ മിറർ കൊടുത്തിട്ടുണ്ട്, റിവ്യൂ, പിന്നെ കിയ കണക്ട് SOS ബട്ടണും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സാണ്, ഇവിടെ മിറർ കാര്യങ്ങൾ വന്നില്ല, ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, വാനിറ്റി മിറർ കാര്യങ്ങൾ വെക്കാനുള്ള വാനിറ്റി കാർഡ്സ്. പിന്നെ ഇവിടെ മിറർ വന്നിട്ട് ലാമ്പ് ഇത് വാനിറ്റി മിസ്സായിക്കണേ, ഇവിടെ ഒരു റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, സൺ റൂഫ് വന്നിട്ടുണ്ട്, ഒരു പാനോറമിക് സൺ റൂഫാണ് ഈ വാനിറ്റിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആയി കാരണം ഇപ്പോൾ ഒരു വെളിച്ചം ഉള്ളിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണത് 1:04 1:10 നട്ടുച്ചക്ക് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആയി കാരണം ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഫുൾ ഇന്ത്യയിൽ ഫുൾ ബ്ലാക്ക് ആയി കാരണം. പിന്നെ ഇത് എക്സ്ട്രാ ചെയ്ത ഒരു സെൽട്ടോസിൻ്റെ ഒരു പില്ലിയനാണ് കാണുന്നത്, അത് മാത്രമല്ല എക്സ്ലൈൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ക്യാമറ ഓപ്പണായി വരും, കണ്ടോ, റൈറ്റ്സിൽ ഇട്ടപ്പോൾ അവിടുത്തെ ക്യാമറ ഓപ്പണായി വന്ന്, ലെഫ്റ്റിൽ അവിടുത്തെ ക്യാമറ ഓപ്പണായി വന്ന്. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എടുത്ത് പറയുക നല്ലൊരു ലെഗ് റൂമിൽ ഒരു സെക്കൻഡ് റോൺ ഈ വാഹനത്തിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കർട്ടനും കാണാൻ സാധിക്കും, കണ്ടോ, ഇവിടെ ഒരു കർട്ടനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊരു ഇൻസേർട്ട് കാണാം, അവിടെ നമുക്ക് ഡോർ ഹാൻഡിൽ കാണാം, പിന്നെ ഒരു ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ പർവിൻ്റെ കൺട്രോൾസ്, ബോസിൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്, കിയറിനുള്ള സ്കഫ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് സെൽട്ടോസിനെ. അങ്ങനെ ഇന്ത്യയിൽ കയറിയിരുന്നാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് കയറുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും, AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, സീപ്പോർട്ട് ഉണ്ട്, ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോം വെക്കുള്ള ഹോൾഡറും, ഇവിടെ ഒരു എയർ പ്യൂരിഫയർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സീറ്റിനെ കുറിച്ച് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് കണ്ടോ. പിന്നെ റൂഫ് ബാക്ക് ഉള്ളതുകൊണ്ടാണ് നല്ലൊരു ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കിയ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയിൽ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു വണ്ടി, ഉദാഹരണം സൺറൂഫ്, അഡാസ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു കൺട്രോൾ ആയാലും ഡിസ്പ്ലേ കൂടുതൽ കൊടുക്കുന്ന ഒരു കൊറിയൻ ബ്രാൻഡുകളാണ്. ഇപ്പം എന്തായാലും 2019 വന്നിട്ട് ഇത്രയും കാലം ഒരു വിറ്റ് പോണെങ്കിൽ അതിനൊരു നാക്ക് വേണം. 2019 കിയ വന്നില്ല, ഇതിനെപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ ഒരു വണ്ടി കിയ സെൽട്ടോസ് ആണ്. അത് അതിൻ്റെ ലുക്ക് കൊണ്ടാവാം, ഫീച്ചേഴ്സ് ഉണ്ടാവാം, എൻജിൻ പവർ ഉണ്ടാവാം. കാരണം ഒരു ബോർഡിൻ്റെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ഇല്ല. അത് നല്ലൊരു കംഫർട്ട് നമുക്ക് യാത്ര ചെയ്യുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് കിയ. സെൽട്ടോസ് നല്ല പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഹെഡ്ലാമ്പ് അഡ്ജസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഹോൾഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ട്രാക്ഷൻ ഓഫ് ആവട്ടെ, പുഷ്പട്ട സ്റ്റാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല 113 bhp പവറും 144 Nm ടോർക്ക് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസിന് ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ പാക്കഡ് ഒരു എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസുലേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പവറുള്ളതാണ്. ഒരു ഹുഡ് വന്നല്ലോ, കണ്ടോ, കംപ്ലീറ്റ്ലി ഓപ്പൺ ആയി നിൽക്കേണ്ട ഹുഡ്. അവിടെ നിന്ന് ഈ ഒരു ഫെൻഡർ കൊടുക്കുന്ന ഫുൾ ഓപ്പൺ ആയി നിൽക്കേണ്ട ഹുഡ്. അങ്ങനെ ഇതിൻ്റെ ഹുഡ്
ഡിസൈൻ ചെയ്തത്. ഇത്രക്കുള്ളത് വീഡിയോ എന്ന് പറയുമ്പോൾ അതിനെ തന്നിട്ടുള്ള നമ്മൾ ഷെരീഫിക്കാണ്. ഷെരീഫിക്കോട് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നമ്മൾ വണ്ടി ഷോറൂമിലും എല്ലായിടത്തും കുറേ നോക്കിയിരുന്നു, പക്ഷേ വണ്ടി ഒന്നും തന്നില്ല. ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് പോലും വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെരീഫിക്ക് തന്ന ഒരുപാട് നന്ദി നമുക്ക് പറഞ്ഞിട്ട് വീഡിയോ വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ചെറിയൊരു ബ്രേക്ക്.